സാറേ, ട്രിവാൻഡ്രത്ത് അയ്യങ്കാളി ഹാളിൽ നടന്ന യെച്ചൂരിയുടെ അനുശോചന സമ്മേളനം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യൻസൊക്കെ അതിൽ പങ്കെടുത്തായിരുന്നു. രാമേന്ദ്രൻ, പിണറായി, ഗോവിന്ദൻ, പന്ന്യൻ രവീന്ദ്രൻ, PMA സലീം, MA ബേബി, വിജയരാഘവൻ, അങ്ങനെ ദി ഹുയിസ് ഓഫ് കേരള പൊളിറ്റിക്സ് അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഗ്ലോയിങ് ട്രിബ്യൂട്ട്സ് ആർ പെയ്ഡ് ടു യെച്ചൂരിയുടെ നഷ്ടം നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പിണറായി വിജയനാണെങ്കിൽ വളരെ അധികം വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു ഈ ഇദ്ദേഹത്തെ പറ്റി ഓർത്തിട്ട്, യെച്ചൂരിയെ പറ്റി ഓർത്തിട്ട്. അപ്പോൾ സാറിനിത് കേട്ടിട്ട് എന്ത് തോന്നിയായിരുന്നു? ഇതിൻ്റെ ഒരു തമാശ സാറേ, ഈ അനുശോചന യോഗത്തിൽ മനുഷ്യൻ നടത്തുന്ന പ്രകടനങ്ങളെ അങ്ങേയറ്റം ഈ സഹതാപത്തോടെ അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ കൊന്നുകൊണ്ടേയിരുന്ന ഒരാൾ, ആരാ X or Y, മരണം വരെ അയാളുടെ അസ്തിത്വം ഇല്ലാതാക്കാൻ, അയാളുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ, അയാളുടെ കുടുംബജീവിതം തകർക്കാൻ, ഇതിലൊക്കെ പങ്കുവഹിച്ച ആളുകൾ മരിക്കുമ്പോൾ ഒരു പുതിയ വേഷം അണിഞ്ഞിട്ട്, ഒരു മാലാഖയുടെ വേഷത്തിൽ വന്നിട്ട്, അയ്യോ അദ്ദേഹം നഷ്ടപ്പെട്ടത് എനിക്ക് വ്യക്തിപരമായും പാർട്ടിക്ക് പ്രത്യേകമായും രാജ്യത്തിന് പൊതുവായും മഹാനഷ്ടമാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വല്ലാത്ത പരിഹാസ്യത ഏറ്റവും വെളിപ്പെട്ട യെച്ചൂരിക്ക് കൊടുക്കാവുന്ന വലിയ ട്രിബ്യൂട്ടാണ് കേരളത്തിലെ CPM കൊടുത്തത്. നല്ല ഗംഭീരമായ സമ്മേളനം, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും പങ്കാളിത്തം, അതൊക്കെ ശരിയാണ്. പക്ഷേ ചോദ്യം ഇതാണ്, കേരളത്തിലെ CPMുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും കൊലപാതകിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ, കൊലപാതകത്തിൻ്റെ ആ കുറ്റത്തിൽ പങ്കാളികളായത് ആരാണ് എന്ന ചോദ്യം, അത് യെച്ചൂരിക്കും ബാധകമാണ്. ഒടുവിലത്തെ ചോദ്യമാണ് യെച്ചൂരിക്ക്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയനെ പോലെ ഒരാൾ എല്ലാ അനുശോചന യോഗങ്ങളിലും മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം നല്ലതേ പറയുള്ളൂ. തൻ്റെ കൈകൊണ്ട് തന്നെ വലിയ തോതിൽ ഉപദ്രവിക്കപ്പെട്ട ആളുകൾ, അവരെക്കുറിച്ചും നല്ലതല്ലേ പറയുള്ളൂ. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കൂ, എത്ര ആളുകളുടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണല്ലോ യെച്ചൂരി മരിച്ചതിന് ശേഷം, യെച്ചൂരിയുടെ മരണം ആണല്ലോ ആദ്യം നടന്നത്, അത് കഴിഞ്ഞിട്ടാണല്ലോ ലോറൻസ് നടന്നത്. MM ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ, കേരളം കണ്ട വലിയ നേതാക്കളിൽ ഒരാളാണ്, ഒരു രാഷ്ട്രീയ മേൽവിലാസം തകർത്ത് കഴിഞ്ഞ കുറേ കൊല്ലമായി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ രോഗശയ്യയിലാകുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയമായ രോഗശയ്യയിലാണ് അദ്ദേഹം. അത് CPMനകത്ത് ഇടക്കാലത്ത് രൂപപ്പെട്ടു വന്ന കുറച്ച് പഴക്കമുള്ള, കേരളത്തിലെ CPMലെ ഏറ്റവും പഴക്കമുള്ള വിഭാഗീയത CITU വിങ് ആയിരുന്നല്ലോ. CITU വിങ്, CITU ലോബി, അവർ ഔദ്യോഗിക പക്ഷത്തിനെതിരായി നടത്തിയ നീക്കമായിരുന്നല്ലോ ആദ്യത്തെ നീക്കം. അതിനകത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ നീക്കത്തിൽ VS മറുപക്ഷത്തായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്ത് KN രവീന്ദ്രനാഥ്, MM ലോറൻസ്, VB ചെറിയാൻ, ആ ടീമാണല്ലോ. ആ ടീമിൽ നിന്നു, അതിൽ നിലകൊണ്ടു എന്നതല്ലേ ലോറൻസ് ചെയ്ത തെറ്റ്. അതിനിപ്പോൾ ആശാ ലോറൻസ് അത് ജാതിയുടെ പേരിലാണ്, ഞങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതും ഉണ്ടാവാം, എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ M സുകുമാരൻ എന്നൊരു എഴുത്തുകാരുണ്ട് മലയാളത്തിൽ. സാറ് മലയാളം എഴുത്തുകാരെ ശ്രദ്ധിക്കാറുണ്ടോ എനിക്കറിയില്ല. മലയാളം എഴുത്തുകാരിൽ ഒരു പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ജാതീയമായ അപജയത്തെക്കുറിച്ച്, പുറത്ത് ജാതിക്കും മതത്തിനും എതിരായി ഘോരമായി പ്രസംഗിക്കുമ്പോഴും പാർട്ടി സ്ഥാനമാനങ്ങൾ വരുമ്പോൾ, സീറ്റ് കൊടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു കാര്യം, തൻ്റെ മോളുടെയോ മോൻ്റെയോ ഒക്കെ കാര്യം വരുമ്പോൾ ഒക്കെ ജാതി വലിയ തോതിൽ പുറത്തു വരുന്ന ഒരു ചിത്രം. അത് ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്ന എഴുത്തുകാരൻ M സുകുമാരനാണ്. ശേഷക്രിയ എന്ന മലയാളത്തിലെ ഒരു ആറ്റിക്കുറുക്കിയ നോവലുണ്ട്. കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അത് സുകുമാരൻ തന്നെയാണ്. M സുകുമാരൻ വലിയ ട്രേഡ് യൂണിയൻ ആക്ടിവിസ്റ്റ് ആയിരുന്നു CPMൻ്റെ, മീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ, ആ അനുഭവം ഒരു പക്ഷേ ഇപ്പോൾ ആശാ ലോറൻസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ജാതീയമായ വല്ല പീഡനങ്ങളും ഒറ്റപ്പെടുത്തലും ഒക്കെ അദ്ദേഹം നേരിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം അപ്പോൾ ഏതായാലും അത് ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണല്ലോ ഈ സുകുമാരൻ്റെ പുസ്തകം. ഞാൻ പറഞ്ഞ ഇപ്പോൾ ലോറൻസിനെ പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യുന്നത്, അതിനാണല്ലോ നമ്മൾ മരണം എന്ന് പറയുക, അതിനാണല്ലോ കില്ലിംഗ് എന്ന് പറയുക, പൊളിറ്റിക്കൽ കില്ലിംഗ്. അതിൻ്റെ ഒടുവിലത്തെ ഇരയായി നമ്മൾ മരണത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ലോറൻസാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആളുടെ പേര് യെച്ചൂരി അല്ലേ? ഒന്നാലോചിച്ച് നോക്കും.
സീതാറാം യെച്ചൂരിയെ രാഷ്ട്രീയമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒന്നുമല്ലാതാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്. തീർച്ചയായിട്ടും പിണറായി വിജയനെ എങ്ങനെ ആ കുറ്റത്തിൽ നിന്ന് മാറിയേക്കാൻ പറ്റും? എന്തായിരുന്നു കാരണം? പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പാർട്ടി വിഭാഗീയതയിൽ വി.എസ്. അച്യുതാനന്ദൻ ഒരു ഭാഗത്തും പിണറായി വിജയൻ മറുഭാഗത്തും നിൽക്കുമ്പോൾ വി.എസ്. അച്യുതാനന്ദൻ്റെ ഭാഗത്താണ് രാഷ്ട്രീയമായ ശരി എന്ന് ഒരു ഘട്ടത്തിൽ നിലപാടെടുത്തു. അതായിരുന്നു കാരണം. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി താല്പര്യങ്ങളുടെ കൂടെ യെച്ചൂരി നിന്നു എന്നതാണ്. യെച്ചൂരിക്കെതിരായി പിണറായി നടത്തിയ പ്രസ്താവനകൾ എന്തുമാത്രം നമ്മുടെ മീഡിയയിൽ. അത് മാത്രമല്ല, യെച്ചൂരി അന്ന് അച്യുതാനന്ദന്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ അതോടുകൂടി അച്യുതാനന്ദന്റെ തീർന്നേനെ. കറക്റ്റാണ്. മാത്രമല്ല ജനകീയമായ ഒരു ഇച്ഛാശക്തി വി.എസിന് അനുകൂലമായി കേരളത്തിൽ രൂപപ്പെടുന്ന വലിയ പ്രതിഷേധങ്ങൾ, പാർട്ടിക്ക് അതീതമായ പ്രതിഷേധങ്ങൾ കേരളത്തിൽ കൊടുമ്പിരിക്കൊള്ളുന്ന നമ്മൾ കണ്ടതാണ്. അത് കണ്ട് തിരിച്ചറിയാൻ രാഷ്ട്രീയമായ തീരുമാനം എടുക്കാൻ അന്ന് യെച്ചൂരിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് വി.എസ്. അന്ന് മത്സരിക്കാൻ പോലും പറ്റിയത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഉഗ്രപ്രഭാവിയായ മീൻസ് വലിയൊരു ഇമേജുള്ള ഒരു വി.എസ്. ഉണ്ടാകുമായിരുന്നില്ല. ആ വി.എസിനെ ജീവിപ്പിക്കാനാണ് യെച്ചൂരി വലിയ റിസ്ക് എടുത്തത്. അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നു. പിണറായി വിജയനായിട്ട് പിണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റഷ്യയിൽ പുട്ടിൻ്റെ കാര്യം പറയുമല്ലോ, അദ്ദേഹവുമായിട്ട് ആരെങ്കിലും ശത്രുതയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളെ വിളിക്കുന്നത് ഡെഡ് മാൻ വാക്കിംഗ് എന്നാണ്. അതാണ് ഏകദേശം അതേപോലെ നമ്മുടെ കേരളത്തിൽ ഒരു സാഹചര്യം. ഡെഡ് മാൻ വാക്കിംഗ് എന്നൊരു പ്രയോഗത്തിന് സാറേ എനിക്ക് തോന്നുന്നു ഏറ്റവും ശരിയായൊരു അതിൻ്റെ കറക്റ്റ് മലയാളം ഉള്ളത് മലബാറിലാണ്. സാർ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സഞ്ചരിക്കുന്ന മയ്യത്ത് എന്ന് പറയും. മനസ്സിലാവൂല്ലേ സാർ? അതെ അതെ, സഞ്ചരിക്കുന്ന മയ്യത്താണ്. അത് കറക്റ്റാണ്. അങ്ങനെ ആക്കി തീർത്തതിൽ ഇപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ കേരളം ഒഴികെ മറ്റെവിടെയും ഭരണമില്ലാത്ത അവസ്ഥ വന്നു. യെച്ചൂരിക്ക് പിന്തുണ കൊടുത്തിരുന്നത് ബംഗാൾ ഘടകമാണ്. ബംഗാൾ ഇല്ലാതായി. ഗവൺമെൻറ് ഇല്ലാതായാൽ പാർട്ടിയുടെ വരുമാനം മുട്ടി. അപ്പോൾ പിന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് ചെലവിന് കൊടുക്കുന്ന ജന്മിയായി എവിടെയാണോ ഭരണമുള്ളത് അവിടുത്തെ ആൾ മാറി. അതുകൊണ്ട് പിണറായി വിജയൻ്റെ കുടിയാന്മാരും അടിയാന്മാരുമായിട്ട് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും മാറി. ആ ഘട്ടത്തിൽ യെച്ചൂരി ഒന്നുമല്ലാതെ. തീർച്ചയായിട്ടും പിണറായി വിജയനോട് യെച്ചൂരി ആരാണെന്ന് പിണറായി വിജയൻ അറിയാം. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലാരിറ്റി, ഐഡിയോളജിക്കലായിട്ടുള്ള ക്ലാരിറ്റി, പ്രതിബദ്ധ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെ ഒരു മനുഷ്യനോട്, മനുഷ്യൻ പോളിറ്റ് ബ്യൂറോയിൽ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കും നമുക്കറിയാം. പക്ഷേ പിണറായി വിജയൻ പിരിച്ചു കൊടുക്കേണ്ട, പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കേണ്ട പണമാണ് കേന്ദ്ര കമ്മിറ്റിയെ നിലനിർത്തുന്നത്. ഇതൊക്കെ യെച്ചൂരിയെ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം പറയാമെന്ന് എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന. മാത്രമല്ല യെച്ചൂരിനെ കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി പാർലമെന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് കറക്റ്റാണ് സാർ. യെച്ചൂരി പാർലമെന്റിലേക്ക് വന്നേനെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ മനസ്സുള്ള എല്ലാ മനുഷ്യർക്കും, എല്ലാ പാർട്ടികൾക്കും യെച്ചൂരിയെ ഉയർത്തിപ്പിടിക്കണം. യെച്ചൂരി ഇന്ത്യയുടെ ഒരു വലിയ പ്രതിപക്ഷ സ്വരമാണ് എന്ന ബോധ്യം ഉണ്ടായിരുന്നു. അത് ബോധ്യമില്ലാതെ അദ്ദേഹം പാർലമെൻറ്റിൽ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ബംഗാളിൽ നിന്ന് വരാൻ തയ്യാറാണ് അവർ. ഇദ്ദേഹം ആന്ധ്രക്കാരനാണെങ്കിൽ പോലും ബംഗാൾ ഘടകം തയ്യാറായതാണ്. ബംഗാളിലെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അത് അംഗീകരിച്ചതാണ്. അംഗീകരിക്കാതെ പോയത് ബംഗാളിലെ പാർട്ടിയായാലും ത്രിപുരയിലെ പാർട്ടിയായാലും കോൺഗ്രസ് പാർട്ടിയായാലും ഒക്കെ യെച്ചൂരി അംഗീകരിച്ചിരുന്നു. അംഗീകരിക്കാത്തത് ഈ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു നിർണായകമായ ഘട്ടത്തിൽ വഴിവിട്ട മാർഗത്തിലൂടെ എത്തിപ്പെട്ട പിണറായി വിജയനാണ് അതിനെതിരായിട്ട് നിന്നത്. പിണറായി വിജയൻ എന്നും ചെയ്തുകൊണ്ടിരുന്നത് യെച്ചൂരിയെ വെട്ടിക്കൊണ്ടേയിരുന്നു. ആ ഒടുവിലത്തെ വെട്ടാണ് അദ്ദേഹം. ഒരു പക്ഷേ ആ തുടർച്ചയായ വെട്ടായിരിക്കണം യെച്ചൂരിയെ പോലെ വൈബ്രൻ്റായ, താരതമ്യേന ചെറുപ്പക്കാരനായ, ഭരിക്കാനൊന്നും കാലമായിട്ടില്ലല്ലോ സാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവിയിലിരിക്കുന്ന ഒരാളുടെ പ്രായം കണക്ക് നോക്കുമ്പോൾ അതിന് മുമ്പ് ഇരുന്നവരുടെയൊക്കെ പദവി വളരെ ചെറുപ്പമല്ലേ. പ്രകാശ് കാരാട്ടും ഇദ്ദേഹമാണ് ചെറുപ്പക്കാരായി. മാത്രമല്ല അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിരുന്നല്ലോ. ഇവിടെ ഈ CBSE എക്സാമിനേഷനിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ട്രഡീഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് അങ്കിൾ വാസ് ദ ചീഫ് സെക്രട്ടറി ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇദ്ദേഹം പോയി എഴുതി കഴിഞ്ഞാൽ പാസ്സാവുന്ന സാധനമാണ്. ഹൈലി ജീനിയസ് ആയിരുന്നു. മാത്രമല്ല JNUവിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അപാരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സാധ്യത ഉണ്ടായിരുന്ന ഒരാളെ ഓരോ ഘട്ടത്തിലും വെട്ടിക്കൊണ്ടേയിരുന്ന ഒരാളുടെ പേരാണ് പിണറായി വിജയൻ. ഇപ്പോൾ പിണറായി വിജയൻ അനുശോചന യോഗത്തിൽ മഹാനഷ്ടമാണ് വ്യക്തി ഇനി ഞാനെന്ന വ്യക്തിക്കും എൻ്റെ പാർട്ടിക്കും എൻ്റെ രാജ്യത്തിനും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്ത് ആത്മാർത്ഥതയാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, യെച്ചൂരി മരിച്ചുപോയി. അതെ,
ജീവനുള്ളപ്പോൾ ഒരിക്കലും നല്ലത് പറഞ്ഞിട്ടില്ല. ഒരു മരിച്ചു എന്നുള്ളതുകൊണ്ടാണ്, മരിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് എത്രത്തോളം എനിക്ക് തോന്നുന്നത് ആളുകൾ, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിൽ ആ ഒരു നീറിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സങ്കടമുണ്ട്. യെച്ചൂരിയെ അതിവേഗത്തിൽ രോഗിയാക്കി മാറ്റിയതിൽ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ കൂടിയാണ്. ഇന്ദ്രാണി മജുംദാർ എന്ന് പറയുന്നത് മഹാജീനിയസ് ആയിരുന്നല്ലോ, ഇദ്ദേഹത്തിൻ്റെ സഹപാഠി കോമ്രേഡ് ആയിരുന്നു, വലിയ വിപ്ലവകാരിയായിരുന്ന വീണ മജുംദാറിൻ്റെ മോളാണ്. അപ്പോൾ ഇവരും വലിയ ഹേഴ്സെൽഫ് വലിയ വിപ്ലവകാരിയായിരുന്നു, ഒരുമിച്ച് കോമ്രേഡ്സ് ആയിരുന്നു. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ജീവിതം സ്വപ്നം കണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബ ജീവിതം കെട്ടിപ്പടുത്തവരാണ്. ആ കുടുംബത്തിൽ 2 മക്കളുണ്ടായി, അറിയാലോ, ആശിഷ് യെച്ചൂരിയും എന്താണ് അഖിലയല്ല കുട്ടിയുടെ പേര്, അയാൾ ഫോട്ടോഗ്രാഫറായി. പക്ഷേ മരിച്ചുപോയില്ല, അയാൾ കോവിഡ് വന്ന് മരിച്ചുപോയി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 2ാമത്തെ ദുരന്തം. ഒന്ന് അദ്ദേഹം രോഗിയായി, 2ാമത് അദ്ദേഹത്തിൻ്റെ മോൻ നഷ്ടപ്പെട്ടു. അഖില എനിക്ക് തോന്നുന്നു പുറത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ എവിടെയൊക്കെയോ വർക്ക് ചെയ്യുന്നു. ജീനിയസുകളുടെ ഒരു ഫാമിലിയാണല്ലോ. ആ കുടുംബം എങ്ങനെ തകർന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാം. ആ കുടുംബത്തിൻ്റെ തകർച്ച, അവരുടെ ഡിവോഴ്സ്, ഒരു പക്ഷേ അദ്ദേഹത്തെ മാനസികമായി ഒന്ന് ഗംഭീരമായ ഒരു വിപ്ലവകരമായ ഒരു പ്രണയത്തിൻ്റെ പരിണതി, വലിയ കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒക്കെ വിധാതാക്കളും വക്താക്കളുമായ 2 ഭാര്യ ഭർത്താക്കന്മാർ, അത് കണ്ട് വളർന്ന വിപ്ലവകാരികളായ 2 കുട്ടികൾ, ആ കുടുംബത്തെ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായ ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തെ തകർത്തതിൽ പങ്കുവഹിച്ചത് ആരാണെന്ന് തൽക്കാലം നമ്മൾ പറയുന്നില്ല. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുഴുവൻ അറിയാം. പക്ഷേ ഒരു പ്രാവശ്യം ഇദ്ദേഹം, അതായത് യെച്ചൂരിക്ക് പറയേണ്ടി വന്നു, ദിസ് ഈസ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നോട്ട് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള. യെസ്, തീർച്ചയായിട്ടും കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹത്തെ നശിപ്പിച്ചത് 2 അർത്ഥത്തിലും. കൃത്യമായി ആളുകൾ പറയുന്നത് നമുക്ക് രേഖയിൽ രേഖപ്പെടുത്താൻ പാടില്ലാത്തതുമായൊരു കേസിൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം തകർത്തതിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ നേതാവിന് പങ്കുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തെയും ഒതുക്കി കളഞ്ഞെന്നാണ്. തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. അദ്ദേഹം ഇപ്പോൾ ആവശ്യമില്ല, അദ്ദേഹത്തെ ഒതുക്കി എന്ന് പറഞ്ഞാൽ ഒന്ന്, അത് ആ കേസ് വളരെ വ്യക്തിപരമായ ഈ പറഞ്ഞ ദൗർബല്യങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അരികത്തൂടെ പോകാത്തതുകൊണ്ടാണ് സാർ. ഇന്നലെ അദ്ദേഹമുണ്ട് ആ വേദിയിൽ, അനുശോചന യോഗത്തിൻ്റെ വേദിയിൽ കണ്ണു നിറച്ച് ഇരിക്കുന്നുണ്ടാവും. ഇതിന് അഭിനയത്തിന് യാതൊരു മുടക്കുമില്ല. ഇതാണ് യെച്ചൂരിയുടെ ചിത്രം. അതിന് മുമ്പ് അതിന് ചേർന്നുള്ള എത്ര പേരുടെ ചിത്രം ആലോചിച്ചു, എത്ര മരണങ്ങൾ. ടി പി ചന്ദ്രശേഖരനെ നേരിട്ടാണല്ലോ കൊട്ടേഷൻ കൊടുത്തത്. എന്തായിരുന്നു കാര്യം? പാർട്ടിക്കകത്ത് VS അച്യുതാനന്ദൻ ആണ് ശരിയായ പാർട്ടി ലൈനിൽ മുന്നോട്ട് പോകുന്നത് എന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞതിനാണല്ലോ കൊന്നത്. എന്തിനായിരുന്നു? MN വിജയൻ മാഷ് മരിച്ചതാണ്, സ്വാഭാവിക മരണമാണ് എന്നൊക്കെ പറയാം. MN വിജയൻ മാഷെ ഹൃദയം തകർത്തത് ഹൃദയഭേദകമാണല്ലോ നമ്മൾ പറയാം. ഹൃദയഭേദനമാണ് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്. അതിൽ പിണറായി വിജയൻ പങ്കുവച്ചിട്ടില്ലേ? എത്ര മനുഷ്യർക്ക്, എത്ര മനുഷ്യരുടെ അകാല മരണത്തിൽ, ഇപ്പോൾ സാറ് പറഞ്ഞ് ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതിന് തുല്യമായ എത്ര ആളുകളുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ പോലെ ഒരാൾ യെച്ചൂരിയുടെ അനുശോചന യോഗത്തിൽ കയറി കണ്ണീര് ഒലിപ്പിച്ച് വൈകാരികമായി വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ യെച്ചൂരിയോട് നമുക്ക് എന്തുമാത്രം ബഹുമാനം ഉണ്ടാകുമ്പോഴും ഇത് അങ്ങേയറ്റം അപഹാസ്യവും അശ്ലീലവുമായ ഒരു കാഴ്ചയായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു അനുശോചന യോഗം നോക്കിയിട്ട്, അനുശോചന യോഗത്തിൻ്റെ വാർത്ത വായിച്ചിട്ട്, അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പുച്ഛം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില രാഷ്ട്രീയ ചിത്രങ്ങൾ കാണുകയും ഓർക്കുകയും ചെയ്യേണ്ടി വരുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ടെന്തെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടാവണം. എനിക്ക് വലിയ നഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞത്, ഈ നഷ്ടം വരുത്തി വെച്ചത് ഞാൻ തന്നെയാണ് എന്നുകൂടി ചേർത്ത് പറയുമ്പോഴാണ് അത് പൂർത്തിയാവുക. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് വല്ല സങ്കടവും വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കൂടിയാവണം. എൻ്റെ കൈകൊണ്ട് രാഷ്ട്രീയ മരണത്തിനിരയായ ഒരാളുടെ അനുശോചന യോഗമാണല്ലോ ഇത് എന്ന ഒരു ബോധ്യം, മനസാക്ഷി എന്ന് പറയുന്ന ഒന്ന് അദ്ദേഹത്തിൻ്റെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വരേണ്ടതാണ്. തീർച്ചയായിട്ടും അതാണ് ആ അനുശോചന യോഗത്തിൻ്റെ സന്ദേശം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മലയാളികളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും അത് കൃത്യമായിട്ട് കാണുന്നുണ്ടാവണം. അവരുടെ ഉള്ളിൽ ആ വേദന നീറുന്നുണ്ടാവണം. ശരിയാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.